ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അത്തം വന്നെത്തി, 10ാം നാൾ തിരുവോണം. പൂക്കളം നിറയ്ക്കാൻ ഇത്തവണയും മറുനാടൻ പൂക്കൾ. നാടൻ പൂക്കൾ കിട്ടാതായതും മലയാളിയുടെ മടികൂടിയായപ്പോഴും കൊയ്ത്ത് അന്യസംസ്ഥാനക്കാർക്ക്. മലബാറിലെ പ്രധാന പൂവിപണി കോഴിക്കോട്ടാണ്. 20-ലധികം മൊത്ത കച്ചവടക്കാരാണ് എത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അത്തം വന്നെത്തി, പൂക്കളമൊരുക്കാൻ അന്യസംസ്ഥാന പൂക്കളുമെത്തി. പായസമേളയ്ക്കും തുടക്കം. വിനായക ചതുർത്ഥി, ഗണപതി ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. ഗണേശ വിഗ്രഹ ശേഖരവുമായി വീട്ടമ്മ വ്യത്യസ്തയാവുന്നു. മദ്യനിരോധനം സർക്കാരിന്റെ അജണ്ടയെങ്കിൽ ആദ്യം പൂട്ടേണ്ടത് ബീവറേജ് ഔട്ട്ലെറ്റുകളെന്ന് യുവമോർച്ച. വാർത്തകൾ വിശദമായി. മദ്യനിരോധനം സർക്കാരിന്റെ അജണ്ടയാണെങ്കിൽ ആദ്യം പൂട്ടേണ്ടിയിരുന്നത് ബീവറേജ് ഔട്ട്ലെറ്റുകളായിരുന്നുവെന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KT ബിബിൻ. ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലല്ല ഉമ്മൻചാണ്ടി മദ്യനിരോധനം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച സംസ്ഥാന വ്യാപകമായി ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സർക്കാർ മദ്യശാലകളിൽ അത്തം മുതൽ ചതയം വരെയാണ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിക്കുന്നത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ജില്ലയിലെ എല്ലാ ബീവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുൻപിലും പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KT ബിബിൻ ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലല്ല ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. മദ്യനിരോധനം സർക്കാർ അജണ്ടയാണെങ്കിൽ ആദ്യം അടച്ചുപൂട്ടേണ്ടിയിരുന്നത് ബീവറേജ് ഔട്ട്ലെറ്റുകളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തില് മദ്യനിരോധനം കേരള ഗവൺമെന്റിന്റെ അജണ്ടയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആദ്യം അടച്ചുപൂട്ടേണ്ടിയിരുന്നത് കേരളത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റുകളായിരുന്നു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ജില്ലാ പ്രസിഡന്റ് മഞ്ജുനാഥ്, പ്രബീഷ് മാറാടെ, ശ്രീധർമ്മൻ CV, ബബീഷ് E, സുജീഷ് പുതുക്കുടി, രഗീഷ് തറയിൽ എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. 100ഓളം വരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലയാളിയുടെ പൂക്കളങ്ങൾക്ക് നിറം പകരാൻ അന്യസംസ്ഥാന പൂക്കളെത്തി. മലബാറിലെ ഏറ്റവും വലിയ പൂവിപണിയായ കോഴിക്കോട്ട് പാളയത്തും മാരിയമ്മൻ തളി റോഡിലും 20-ലധികം താൽക്കാലിക മൊത്ത പൂക്കച്ചവട കേന്ദ്രങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. പൂക്കളങ്ങളായി ഒരുങ്ങാൻ 100ഓളം വണ്ടികളിൽ പലയിനം പൂക്കളാണ് വ്യാഴാഴ്ച കോഴിക്കോട്ടെത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ഓണപ്പൂ വിപണികളിലൊന്നായ പാളയത്ത് ഉയർന്ന നിരവധി താൽക്കാലിക സ്റ്റാളുകളിൽ ആയിരക്കണക്കിന് കിലോ മറുനാടൻ പൂക്കളാണ് എത്തിയത്. നിറവൈവിധ്യമുള്ള റോസാപ്പൂക്കളാണ് ഇത്തവണത്തെയും പ്രത്യേകത. കഴിഞ്ഞ കൊല്ലം മുതൽ റോസാപ്പൂക്കൾ തേടി കൂടുതൽ പേരെത്തിയത് പരിഗണിച്ചാണ് ധാരാളം പനിനീർ പൂക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റു പൂക്കളേക്കാൾ മോടി കൂടുമെന്നതാണ് പനിനീരിന്റെ മേന്മ. പൂക്കള മത്സരങ്ങൾ തകൃതിയാകുന്നതോടെ വിലയൊന്നും നോക്കാതെ പൂ വാങ്ങാൻ പാളയത്ത് ആളെത്തും. മത്സര പൂക്കളങ്ങൾക്കും ഇപ്പോൾ റോസ് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 150 രൂപ നിരക്കിൽ 6 ഇനം റോസാപ്പൂക്കൾ ലഭ്യമാണ്. വെള്ള ജമന്തിക്ക് 250 രൂപയും മഞ്ഞയ്ക്ക് 200 രൂപയും അരളിക്ക് 250 രൂപയും വയലറ്റ് സീനിയയ്ക്ക് 200 രൂപയുമാണ് വ്യാഴാഴ്ചത്തെ മൊത്തവില. മഞ്ഞ, ചുവപ്പ്, ചെട്ടി ഇനങ്ങൾക്ക് 30 രൂപയും വാടാമല്ലിക്ക് 60 രൂപയും കൊടുക്കണം. കാറ്റാടി, ദേവദാരു എന്നിവയുടെ ഇല ചെറിയ കെട്ടിന് 30 രൂപയാണ് ഈടാക്കുന്നത്. ഉത്തരേന്ത്യയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ പൂക്കളെത്താനും വില കുറയാനും ഇടയുണ്ടെന്ന് കച്ചവടക്കാരും പറയുന്നു. ബംഗളൂരു, ഗുണ്ടൽപേട്ട, ദിണ്ടിഗൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കളെത്തുന്നത്.
തളി റോഡിലും പാളയത്തും കണ്ടംകുളം ഭാഗത്തുമാണ് ഏറ്റവും അധികം താൽക്കാലിക പൂസ്റ്റാളുകളുള്ളത്. നാട്ടിലെ കവലകളിലും പൂസ്റ്റാളുകൾ ഉയർന്നു കഴിഞ്ഞു. മലബാറിൽ 34 ഇനം പൂക്കളാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഓണ വിപണിയിലെത്തുന്നത്. സത്യമംഗലം, ഡിണ്ടിഗൽ, തേനി, കമ്പം, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൊസൂർ, ഗുണ്ടൽപേട്ട്, തോവാള തുടങ്ങിയ സ്ഥലങ്ങളിലെ പൂപ്പാടങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ഫയൽ അദാലത്ത് സെപ്റ്റംബർ 1 മുതൽ 4 വരെ സംഘടിപ്പിക്കുമെന്ന് മേയർ AK പ്രേമജം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുമാണ് ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. കെട്ടിട നിർമ്മാണ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ഫയൽ അദാലത്താണ് സെപ്റ്റംബർ 1 മുതൽ 4 വരെ സംഘടിപ്പിക്കുന്നത്. അപേക്ഷകൾ യഥാസമയം തീർപ്പ് കൽപ്പിക്കുന്നതിന് നിരവധി പ്രയാസങ്ങൾ ഓഫീസിലുണ്ടെന്നും പല അപേക്ഷകളും അനുവദിക്കാൻ കഴിയാത്തത് തണ്ണീർത്തട നിയമം, തീരദേശ പരിപാലന നിയമം തുടങ്ങിയ നിയമങ്ങൾ കാരണമാണെന്നും മേയർ പറഞ്ഞു. കൂടാതെ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ കുറവുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്ലാൻ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തതും നമ്പർ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാത്തതുമായ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് അദാലത്ത് നടത്തുന്നത്. സെപ്റ്റംബർ 1 മുതൽ 4 വരെയാണ് അദാലത്ത്. സെപ്റ്റംബർ 1 ഉച്ചയ്ക്ക് 2:30 എലത്തൂർ സോണൽ ഓഫീസ്, സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2:30 ബേപ്പൂർ സോണൽ ഓഫീസ്, സെപ്റ്റംബർ 3 3 മണിക്ക് ചെറുവണ്ണൂർ സോണൽ ഓഫീസ്, സെപ്റ്റംബർ 4 രാവിലെ 10:30 മുതൽ കോർപ്പറേഷൻ ഓഫീസ് എന്നിങ്ങനെയാണ് അദാലത്ത് നടത്തുന്നത്. ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കാത്തവ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പരാതി പ്രത്യേകം പരിശോധിക്കുന്നതിന് മേയറുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര സെൽ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടിയിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും കൂൾബാറുകളിലും റെയ്ഡ് നടത്തി. പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് 20ഓളം ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ജില്ലാ ആരോഗ്യവകുപ്പ് അഡീഷണൽ DMO സമീറയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റെയ്ഡിന്റെ ഭാഗമായി കൊയിലാണ്ടിയിലെ ഹോട്ടലുകളിലും കൂൾബാറുകളിലും ബേക്കറികളിലും റെയ്ഡ് നടത്തി. പഴകിയ ഭക്ഷണങ്ങളും ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 20ഓളം ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും അടുത്ത ഘട്ടത്തിൽ ഇവ അടച്ചുപൂട്ടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജില്ലാ ആരോഗ്യവകുപ്പ് അഡീഷണൽ DMO സമീറയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഗുരുതരമായ വീഴ്ചയുള്ളവരെ അടച്ചുപൂട്ടാനും അത് ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് പിന്നെ തുറന്നു പ്രവർത്തിക്കാനുള്ള സമ്മതം. കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ T വത്സല, ഹാലിസ്, സുനിൽ MG എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനമൊട്ടാകെ സാംക്രമിക രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ ഇവ ഒഴിവാക്കുന്നതിനായാണ് ഇത്തരം റെയ്ഡുകൾ നടത്തുന്നതെന്നും അവർ വ്യക്തമാക്കി. ഗണപതി വിഗ്രഹങ്ങളുടെ ശേഖരണം കൊണ്ട് വ്യത്യസ്തയാവുകയാണ് കോഴിക്കോട്ട് മുല്ലശ്ശേരി ലക്ഷ്മി എന്ന ബേബിയേടത്തി. ഭാവത്തിലും വലുപ്പത്തിലും വ്യത്യസ്തമായ 700ഓളം ഗണപതി രൂപങ്ങളാണ് ബേബിയേടത്തിയുടെ കൈവശമുള്ളത്. ഇവയെല്ലാം സമ്മാനമായി ലഭിച്ചവയാണെന്നതും കൗതുകമാണ്. കോഴിക്കോട്ടെ ചാലപ്പുറത്തെ മുല്ലശ്ശേരി വീട്ടുപടിക്കലെത്തിയാൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഗണപതിയാണ് അതിഥികളെ സ്വാഗതം ചെയ്യുന്നത്. പിന്നീട് കാണുന്നത് പല രൂപത്തിലും ഭാവത്തിലും സൗന്ദര്യത്തിലും നിൽക്കുന്ന വിഘ്നേശ്വര രൂപങ്ങളാണ്. കുഞ്ഞു ബാലഗണപതി മുതൽ സിമന്റിൽ നിർമ്മിച്ച വലിയ ഗണപതി വരെ മുല്ലശ്ശേരി വീട്ടിലെ ബേബിയച്ചിയുടെ അരികത്തുണ്ട്. ഒന്നും കാശുമുടക്കി വാങ്ങിയതല്ല, എല്ലാം സമ്മാനമായി ബേബിയച്ചിയുടെ കൈകളിലെത്തിയവരാണ്. മുല്ലശ്ശേരിയും അവിടുത്തെ രാജഗോപാലും ലക്ഷ്മി എന്ന ബേബിയച്ചിയും എല്ലാവർക്കും സുപരിചിതരായിരിക്കും. ദേവാസുരത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെയും ഭാനുമതിയുടെയും യഥാർത്ഥ ജീവിതങ്ങൾ. രാജഗോപാൽ മരിച്ചതോടെ ബേബിയച്ചിക്ക് കൂട്ടായി എത്തിയവരാണ് ഈ ഗണപതി കൂട്ടങ്ങൾ. 15 വർഷം മുൻപ് മഹാബലിപുരത്തു നിന്ന് സംവിധായകൻ രഞ്ജിത്താണ് ആദ്യമായി ഗണപതിയെ ബേബിയച്ചിക്ക് സമ്മാനമായി നൽകിയത്. പിന്നീട് ബേബിയച്ചിക്കരികിലെത്തുന്നതെല്ലാം വിനായക രൂപങ്ങളാണ്. പലതരത്തിലുള്ള ഗണപതികളുണ്ട്. എവിടേക്ക് ആർക്ക് ഗണപതി കണ്ടാൽ എന്നെ ഓർക്കാം, അത് ബേബിച്ചിക്ക് കൊടുക്കാന്ന് പറയും. അങ്ങനെ കൊണ്ടുത്തരുന്നതാണ്. വളരെ കുഞ്ഞി മുതലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഗണപതി പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി തന്നതാണ്. എല്ലാ സാധനങ്ങളും ഗിഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക്, എല്ലാ ഗണപതികളും. ഇപ്പോൾ 700-ലധികം ഗണപതി രൂപങ്ങൾ ബേബിയച്ചിയുടെ പക്കലുണ്ട്. പഞ്ചലോഹങ്ങളിലും നവധാന്യങ്ങളിലും നിർമ്മിച്ച ഗണപതി, മാർബിൾ, ഗ്ലാസ്, കല്ല്, കളിമണ്ണ്, ടെറാക്കോട്ട എന്നിവയിൽ തീർത്ത ഗണപതിയും കൂടാതെ മള്ളിയൂർ ഗണപതി, നാളികേരത്തിലൊരുക്കിയ ഗണപതി രൂപം, മരത്തിലും വേലിലും മുറത്തിലും രാമച്ചത്തിലും വരെ വിനായക രൂപം കാണാം. ബേബിയച്ചിയുടെ 60ാം പിറന്നാളിന് 60 വിഘ്നേശ്വരന്റെ രൂപത്തിൽ നിർമ്മിച്ചു നൽകിയ സമ്മാനവും നടി സുകുമാരിയുടെ പവിഴത്തിൽ തീർത്ത ഗണപതി, പഞ്ചമുഖ ഗണപതിയുമെല്ലാം ഈ ഗണപതി ലോകത്തെ കൗതുക കാഴ്ചകളാണ്. ബേബിയച്ചിയുടെ ഈ ഗണപതി ശേഖരത്തിന് പ്രോത്സാഹനം നൽകുന്നത് മകൾ നാരായണിയാണ്. എറണാകുളത്ത് ഭർത്താവും കുട്ടികളുമൊത്ത് താമസിക്കുകയാണ് ഇവർ. അതിനാൽ മുല്ലശ്ശേരിയിലെ ഏകാന്തവാസത്തിന് കൂട്ടായുള്ളത് ഈ ഗണപതികളാണ്. ഇവരോട് കുശലം പറഞ്ഞും പരിചരിച്ചും ഒരു ദിവസത്തെ സമയം ബേബിയച്ചിക്ക് പോരാതായിരിക്കുകയാണ്. കൂടാതെ ഇവരെ കാണാൻ അതിഥി കൂടി എത്തിയാൽ പറയേണ്ടതുമില്ല.
ബേബി യേശുടെയും ഈ ഗണപതി ലോകത്തെയും കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. അത് കണ്ടുതന്നെ അറിയണം. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ, ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് ദേവന്മാരുടെ എഴുന്നള്ളത്തും നടന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിനെത്തിയത് പതിനായിരങ്ങൾ. രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. മഹാഗണപതി ഹോമം, ഗജപൂജ, കാവടി പൂജ, നാഗപൂജ, നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, മഹാന്യാസപൂർവം, പൂർണ്ണാഭിഷേകം, ഗണേശ സഹസ്രനാമാർച്ചന, സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, നവഗ്രഹ സഹസ്രനാമാർച്ചന, ക്രമാർച്ചന തുടങ്ങിയ വൈദിക ചടങ്ങുകൾ നടന്നു. തളി ബ്രാഹ്മണ സമൂഹമഠം മുഖ്യപുരോഹിതൻ NK വെങ്കടാചല വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തിന് പതിനായിരങ്ങളാണ് ചീട്ടാക്കിയത്. ഗജപൂജയ്ക്കായി വിയൂർ മണികണ്ഠൻ എന്ന കുട്ടിക്കൊമ്പനാണ് ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ ഗജവീരന്മാരുടെ അകമ്പടിയോടും പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും കൂടിയ ദേവന്മാരുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തളി ശിവക്ഷേത്രം, കിഴക്കേനട, നടമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രം, ചാലപ്പുറം ധർമ്മക്ഷേത്രം, സമൂഹം റോഡ്, കണ്ടംകുളം റോഡ്, കല്ലായി റോഡ്, പാളയം, തളി ശ്രീ രേണുക മാരിയമ്മൻ ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളത്തി. അയ്യലൂർ അനന്തനാരായണൻ സംഘവും നയിക്കുന്ന പഞ്ചവാദ്യവും അരുൺ സോമസുന്ദരവും പാർട്ടിയുടെ നാദസ്വരവും എഴുന്നള്ളത്തിൽ അകമ്പടിയേകി. കൂറ്റനാട് വിഷ്ണു, കോനാർക്ക് ഗണപതി, മുള്ളത്ത് ഗണപതി എന്നീ ഗജവീരന്മാർ ദേവന്മാരുടെ തിടമ്പേറ്റി. 6 അടിയുള്ള ദേവഗണപതിയുടെ വിഗ്രഹമാണ് എഴുന്നള്ളിച്ചത് എന്നത് ഇത്തവണത്തെ സവിശേഷതയായിരുന്നു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. രാത്രി ദേവന്മാരുടെ പട്ടണ പ്രവേശം, തെപ്പരഥോത്സവം, കരിമരുന്ന് പ്രയോഗം എന്നിവയും ഉണ്ടായിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണ രംഗത്തുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം തേടിക്കൊണ്ട് മെഡി ടിപ്പ് 2014 താജ് ഗേറ്റ്വേയിൽ തുടക്കം. മിംസ് റിസർച്ച് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ശില്പശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മുൻ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ ടി രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. മിംസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൃത്രിമ ആന്തരിക അവയവ മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലയിലെ ഗവേഷകരുടെ 2 ദിവസത്തെ സമ്മേളനത്തിന് കോഴിക്കോട് ദി ഗേറ്റ്വേ ഹോട്ടലിൽ തുടക്കമായി.
സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മുൻ സെക്രട്ടറി ഡോക്ടർ ടി രാമസ്വാമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ്, ബയോടെക്നോളജി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സന്ദീപ് സാറിൻ, ഡോക്ടർ ആസാദ് മൂപ്പൻ, മിംസ് ഫൌണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ കാർത്തികേയ വർമ്മ, മിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഈ മേഖലയിലെ ഗവേഷകരുടെ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുന്നത്. കൃത്രിമ കിഡ്നി നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ വരെ സമ്മേളനം ആരായുമെന്ന് സംഘാടകർ അറിയിച്ചു. മെഡിടിപ്പ് 2014 എന്ന ശില്പശാലയുടെ പ്രമേയം മെഡിക്കൽ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം ആശയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് എന്നാണ്. മിംസ് റിസർച്ച് ഫൌണ്ടേഷനും പ്രമുഖ മെഡിക്കൽ ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇൻവെസ്റ്റും ചേർന്നാണ് മെഡിടിപ്പ് സംഘടിപ്പിച്ചത്. പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ഡോക്ടർമാരും സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന IRDP SGSY കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള സെപ്റ്റംബർ 2 മുതൽ 5 വരെ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിൽപ്പനയ്ക്ക് ഉണ്ടായിരിക്കുക. കോഴിക്കോട് ജില്ലയിലെ 12 വികസന ബ്ലോക്കുകളിൽ നിന്നും വയനാട് ജില്ലയിലെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, പനമരം എന്നീ വികസന ബ്ലോക്കുകളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും സ്പെഷ്യൽ SGSY പദ്ധതിയായ പേരാമ്പ്ര സുഭിക്ഷയുടെയും ഉൽപ്പന്നങ്ങളുമാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിപണനമേളയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തുന്നത്. ശരിക്കും എന്താ പറയാ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ IRDP മേളയിൽ വിൽക്കാറുള്ളത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ് എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ. കണ്ടംകുളം ജൂബിലി ഹാളിലാണ് ഈ മേള നടക്കുന്നത്. 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സെപ്റ്റംബർ 2 MK രാഘവൻ MP മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പറഞ്ഞു. ജില്ലാ കളക്ടർ CA ലത IAS ആദ്യ വിൽപ്പന നിർവഹിക്കും. 2013 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ബ്ലോക്കുകൾക്കുള്ള സമ്മാനദാനം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് NK റഷീദ് നിർവഹിക്കും. ഗ്രാമീണ തനിമയുള്ള ഉൽപ്പന്നങ്ങളും കലർപ്പില്ലാത്ത ഭക്ഷണ സാധനങ്ങളും നേരിട്ട് വാങ്ങാൻ ഈ മേള അവസരമൊരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാനാഞ്ചിറ KTDCയിലെ പായസമേളയ്ക്ക് തുടക്കം. മാമ്പഴ പായസമാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇതുകൂടാതെ 7 പായസങ്ങളുമുണ്ട്. ചലച്ചിത്രതാരം ചിഞ്ചു മോഹൻ പായസമേള ഉദ്ഘാടനം ചെയ്തു. തിരുവോണനാളായ സെപ്റ്റംബർ 7 വരെ മേള തുടരും. ഓണാഘോഷത്തോടനുബന്ധിച്ച് KTDCയിൽ വർഷം തോറും നടത്തിവരാറുള്ള പായസമേളയ്ക്ക് തുടക്കം. അത്തനാളിൽ തുടങ്ങുന്ന മേള തിരുവോണനാളായ സെപ്റ്റംബർ 7-നാണ് അവസാനിക്കുന്നത്. ചലച്ചിത്രതാരം ചിഞ്ചു മോഹൻ പായസമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ P കിഷൻചന്ദ് ആദ്യ വിൽപ്പന നടത്തി. CP സ്റ്റോർ ഉടമ അബൂബക്കർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. KTDC ഡയറക്ടർ CVM വാണിമേൽ അധ്യക്ഷനായിരുന്നു. പ്രദീപം പത്രാധിപർ ഡോക്ടർ AV പ്രകാശ്, കോഴിക്കോട് ഖാദ്യം മാനേജർ പരമേശ്വരൻ, മലബാർ മെൻഷൻ മാനേജർ KK ഷാജി, കൊമേഴ്ഷ്യൽ മാനേജർ KP രമേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലട പ്രഥമൻ, പരിപ്പ് പായസം, പൈനാപ്പിൾ പായസം, അമ്പലപ്പുഴ സ്പെഷ്യൽ പായസം, പഴം പായസം, മിക്സഡ് പായസം, അടപ്രഥമൻ എന്നീ പായസങ്ങൾ കൂടാതെ ഇത്തവണ മാമ്പഴ പായസവും ഉണ്ടായിരിക്കും. പായസം അഡ്വാൻസ് ബുക്കിംഗിനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ 0495 2721 എന്ന നമ്പറുമായി ബന്ധപ്പെടണമെന്ന് KTDC മാനേജർ ഷാജി അറിയിച്ചു. ശമ്പള വർധനവിനും സ്ഥിരം നിയമനത്തിനും വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിലെ UPS COമാർ നടത്തുന്ന സമരം 12-ാം ദിവസം പിന്നിട്ടു. 1500 രൂപ പ്രതിമാസ ശമ്പളത്തിൽ 16 വർഷമായി ഇവർ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ സമരപന്തൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. കോഴിക്കോട് കോർപ്പറേഷന് മുൻപിൽ UPA കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 12-ാം ദിവസം കടന്നു. സമരപന്തൽ പൊളിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച തൊഴിലാളികൾ പൊരിവെയിലത്തും മഴയത്തുമായി സമരം തുടരുകയാണ്. ഓഗസ്റ്റ് 18-നാണ് സമരം ആരംഭിച്ചത്. സാമൂഹിക വിരുദ്ധർ സമരപന്തൽ പൊളിക്കുകയായിരുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇത്രയും കാലം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു ഈ കോഴിക്കോട് നഗരസഭയ്ക്ക് വേണ്ടി. അവരെല്ലാം ഒരു നേരത്തെ പട്ടിണിയെങ്കിലും മാറ്റാൻ വേണ്ട പദ്ധതികൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു. പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് ഞങ്ങൾ അവർക്ക് പരിശീലനങ്ങൾ നൽകി. അവരെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കി. ഒരു സ്വയം തൊഴിൽ നൽകുന്നതിന് ആവശ്യമായ ലോണും മറ്റു കാര്യങ്ങളും അവർക്ക് ബാങ്ക് മുഖാന്തരം ഞങ്ങൾ ലഭ്യമാക്കി കൊടുത്തു. ഇത്തരത്തിൽ പാവപ്പെട്ടവരെ അവരെ ഏത് രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഞങ്ങൾ ഇപ്പോൾ മുഴുവൻ പട്ടിണിയുടെ വക്കത്താണ്. ATM TU സംസ്ഥാന സെക്രട്ടറി
പി വിജി, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരമംഗലം, ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാവ് മുജീബുർ റഹ്മാൻ, സമാജ്വാദി ജനപരിഷത്ത് നേതാവ് അഡ്വക്കേറ്റ് പ്രദീപൻ കുതിരോട്, ആം ആദ്മി പാർട്ടി നേതാവ് ഷാജി സുന്ദർ, സിനിമാ സംവിധായകൻ വിനീഷ് മില്ലേനിയം, കെ പി ലിജുകുമാർ എന്നിവർ സമരപന്തൽ സന്ദർശിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചു. റീജിയണൽ ടൌൺ പ്ലാനർ കെ വി അബ്ദുൾ മാലിക് പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു. സെപ്റ്റംബർ മധ്യത്തോടെ കോർപ്പറേഷന് പദ്ധതി സമർപ്പിച്ച് ചർച്ച നടത്തും. തുടർന്നാണ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുക. നഗരവികസനത്തിന് ഹൈടെക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ലോകം വികസിക്കുന്നതിന് സമാന്തരമായി കോഴിക്കോട് നഗരവികസന പദ്ധതി തയ്യാറാക്കുന്നതിന് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചത്. ചേംബർ ഹാളിൽ നടന്ന ചർച്ച വൈസ് പ്രസിഡന്റ് കെ പി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വികസന പ്ലാൻ പ്രാദേശിക ടൌൺ പ്ലാനർ കെ വി അബ്ദുൾ മാലിക് അവതരിപ്പിച്ചു. ഫറോക്ക് പഞ്ചായത്തിനെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കൽ, കടലുണ്ടിയിൽ ജൈവ ഗ്രാമം, ചേവായൂരിൽ സ്റ്റേഡിയം, ഗ്രീൻ നടപ്പാത, കനോലി കനാലിന്റെ ആധുനീകരണം, കല്ലായിൽ നിന്ന് ജലഗതാഗതം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയും മന്ദിരങ്ങളുടെയും കാവുകളുടെയും കുളങ്ങളുടെയും സംരക്ഷണം തുടങ്ങി വിപുലമായ പദ്ധതിയാണ് മുന്നോട്ട് വച്ചത്. മലാപ്പറമ്പ് തൊണ്ടയാട് പ്രദേശത്തെ ഹെലിപാഡ് ഉൾപ്പെടെയുള്ള വൻ വികസന പദ്ധതി വിഭാവനം ചെയ്യുന്നു. കോഴിക്കോട് സിറ്റി തന്നെ ഈ ഭാഗത്തേക്ക് മാറ്റുന്ന തരത്തിൽ വികസനം ഉണ്ടാവണമെന്ന് അബ്ദുൾ മാലിക് അഭിപ്രായപ്പെട്ടു. പൊതുപയോഗത്തിന് ഭൂമി വിട്ടുകൊടുക്കുന്ന ജനങ്ങൾക്ക് നേട്ടമുണ്ടാവുന്ന പദ്ധതി നടപ്പിലാക്കണം. മാലിന്യ സംസ്കരണത്തിന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. ആവാസ മേഖലകളിൽ മലിനീകരണ വ്യവസായങ്ങൾ അനുവദിക്കരുതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. MI മെഹബൂബ്, ടി ഗോപകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. കൈത്തറി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, സെമി പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി, ലെതർ ഉൽപ്പന്നങ്ങൾ, രാമച്ചം ഉൽപ്പന്നങ്ങൾ, 10% ഗവൺമെന്റ് റിബേറ്റ്. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്റെ അക്കൌണ്ട് എന്റെ ഭാഗ്യവിധാത പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം 29 ബാങ്കുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കനത്തിൽ ജമീല റൂപേ ഡെബിറ്റ് കാർഡുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഭാഗമായി തുടങ്ങിയ അക്കൌണ്ട് തുറക്കൽ യജ്ഞത്തിൽ കോഴിക്കോട് ജില്ലയിൽ 39,475 പേർ പുതുതായി ബാങ്ക് അക്കൌണ്ട് തുടങ്ങി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജില്ലയിൽ നടന്ന അക്കൌണ്ട് തുറക്കൽ ക്യാമ്പിൽ 155 അക്കൌണ്ടുകൾ പുതുതായി തുടങ്ങി. അടുത്ത സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാങ്ക് അക്കൌണ്ട് എന്ന ലക്ഷ്യവുമായി പദ്ധതി വരും ദിവസങ്ങളിലും തുടരും. അക്കൌണ്ട് എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ സൌജന്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇതിനു പുറമെ ആദ്യഘട്ടത്തിൽ 2000 രൂപ വരെ വായ്പ എടുക്കാനുള്ള സൌകര്യവും നൽകും. കൃത്യമായി തുക തിരിച്ചടച്ചാൽ 6 മാസത്തിന് ശേഷം 5000 രൂപ വരെ വായ്പ നൽകും. ആധാർ കാർഡും ഫോട്ടോയും മാത്രമുണ്ടെങ്കിൽ അക്കൌണ്ട് തുടങ്ങാം. പാസ്ബുക്ക് വേണ്ടവർ 2 ഫോട്ടോ നൽകണം. ആധാർ കാർഡില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയായി നൽകിയാൽ മതിയാകും. ഒരു തിരിച്ചറിയൽ രേഖയും ഇല്ലെങ്കിലും അക്കൌണ്ട് തുടങ്ങാം. വിലാസം തെളിയിക്കുന്ന രേഖ മാത്രം നൽകിയാൽ മതി. പിന്നീട് തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കണമെന്ന് മാത്രം. സമീപത്ത് ബാങ്ക് ശാഖകളില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ബാങ്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് കറസ്പോണ്ടന്റുമാരെയോ സേവനം തേടാം. അക്കൌണ്ട് തുറക്കുന്നവർക്ക് റൂപേ ഡെബിറ്റ് ATM കാർഡുകൾ നൽകും. ജൻധൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജില്ലയിൽ നടന്ന ക്യാമ്പിൽ 29 ബാങ്കുകൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല റൂപേ കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. ബാലുശ്ശേരി MLA പുരുഷൻ കടലുണ്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ജനറൽ മാനേജർ K രവീന്ദ്രൻ, നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K സുരേഷ് കുമാർ, ജില്ലാ ലീഡ് ബാങ്ക് ഡിവിഷണൽ മാനേജർ K ഭുവൻദാസ് എന്നിവർ സംസാരിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഫറോക്ക് മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും ചെറുവണ്ണൂർ ഭുവനേശ്വരി ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KT വസന്തരാജ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കരാറുകാരെ ചടങ്ങിൽ ആദരിച്ചു. രാവിലെ CWSA ഫറോക്ക് മേഖലാ പ്രസിഡന്റ് T പ്രഭാകരൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്.
രാവിലെ നടന്ന പൊതുസമ്മേളനം CWSA ജില്ലാ പ്രസിഡന്റ് KT വസന്തരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫറോക്ക് മേഖലയിലെ മുതിർന്ന കരാറുകാരെ ആദരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും വിവിധ പരിപാടികളും നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഓണാശംസ നേരുന്നു. ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. എന്റെ വാർത്ത അവസാനിപ്പിക്കാൻ നന്ദി, നമസ്കാരം. ജില്ലാ പ്രസിഡന്റ് KT വസന്തരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇന്ത്യൻ ദളിത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. അപ്രമാദിത്വവും വർഗീയതയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ബ്രാഹ്മണ പ്രത്യയശാസ്ത്രമാണ് ജാതിയെ താങ്ങി നിർത്തുന്നത്. ഇതിനെതിരെ ശക്തമായ പോരാടണമെങ്കിൽ ദളിതർ ഒന്നിച്ചു നിൽക്കണമെന്നും ഗ്രോവാസു പറഞ്ഞു. ദലിതർ അരുന്ധതി റോയ്ക്കൊപ്പം നിൽക്കണമെന്ന് ഗ്രോവാസു. ഇന്ത്യൻ ദളിത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കൌൺസിലാളി സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിവാദികളുടെ നെഞ്ചത്തേക്കാണ് അരുന്ധതി വെടിയുതിർത്തത്. അത് കൊള്ളേന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അരുന്ധതി കാര്യങ്ങൾ ഗൌരവപൂർവ്വം പഠിക്കുകയും ചരിത്രത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ബുദ്ധിമതിയാണ്. അംബേദ്കറെയും ഗാന്ധിജിയെയും കുറിച്ച് അവർ പഠനം നടത്തിയ ശേഷമാണ് സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചത്. ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന് വിധേയരായ ബുദ്ധിജീവികളാണ് അരുന്ധതിക്കെതിരെ രംഗത്ത് വന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് K വിമല അധ്യക്ഷം വഹിച്ചു. ജോൺസൺ നെല്ലിക്കുന്ന്, K മോഹൻകുമാർ, P ആനന്ദൻ, P സജീവ് കുമാർ, P വരദൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഈ വർഷത്തെ PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചർ അവാർഡ് സെപ്റ്റംബർ 1 ടാഗോർ സെന്റനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും മലയാളിയുമായ അഞ്ചൽ സ്വദേശി K മുരളീധരന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിക്കും. അവാർഡ് വിതരണ ചടങ്ങ് മുൻ കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി MP ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് നടക്കുന്ന PV സ്വാമി അനുസ്മരണ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡൽഹിയിലെ ഭരണമാറ്റം മതേതര ഇന്ത്യയെ ബാധിക്കുമോ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 9 വർഷമായി PV സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചർ അവാർഡുകൾ നൽകി വരുന്നുണ്ട്. ഡോക്ടർ K സീതാലക്ഷ്മി മെമ്മോറിയൽ ബിഷപ്പ് രത്ന അവാർഡിന് ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ K മുരളീധരൻ പിള്ള അർഹനായതായി V സീതാലക്ഷ്മി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ P കുഞ്ഞൻ അറിയിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഓഗസ്റ്റ് 30 കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സമ്മാനിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് നടപ്പാക്കുന്ന പെൻഷൻ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 1 കോഴിക്കോട് ടൌൺ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മന്ത്രി ഡോക്ടർ MK മുനീർ ചികിത്സാ ധനസഹായ വിതരണവും മേയർ AK പ്രേമജ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നിർവഹിക്കും. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് PMA സലാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ സമാപിക്കുകയാണ്. സമാപന സമ്മേളനം സെപ്റ്റംബർ 1 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് മുഖ്യാതിഥിയായിരിക്കും. കോളേജിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ട പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അത്തം വന്നെത്തി. പൂക്കളം ഒരുക്കാൻ അന്യസംസ്ഥാന പൂക്കളമെത്തി. പായസമേളയ്ക്കും തുടക്കം. വിനായക ചതുർത്ഥി. ഗണപതി ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. ഗണേശ വിഗ്രഹ ശേഖരവുമായി വീട്ടമ്മ വ്യത്യസ്തയാവുന്നു. മദ്യനിരോധനം സർക്കാരിന്റെ അജണ്ടയെങ്കിൽ ആദ്യം പൂട്ടേണ്ടത് ബീവറേജ് ഔട്ട്ലെറ്റുകളെന്ന് യുവമോർച്ച. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.